നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. റയൽ മാഡ്രിഡിന്റെ ബ്രസീലിയൻ സൂപ്പർ താരമായ വിനീഷ്യസ് ജൂനിയർ സമീപകാലത്ത് തകർപ്പൻ പ്രകടനമാണ് പുറത്തെടുക്കുന്നത്. കഴിഞ്ഞ സീസണിൽ റയലിന് ലാലിഗയും യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടവും നേടിക്കൊടുക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കാൻ ഈയൊരു സൂപ്പർ താരത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ബാലൻഡിയോർ പുരസ്കാര പട്ടികയുടെ ആ ഒരു സാധ്യതാ ലിസ്റ്റിൽ മുൻപന്തിയിൽ തന്നെ വിനീഷ്യസ് ജൂനിയർ ഉണ്ട്. പക്ഷേ റോഡ്രിയും അതുപോലെ തന്നെ സഹതാരമായ ബെല്ലിംഗ്ഹാമും ഒക്കെ താരത്തിന് വലിയ രൂപത്തിൽ വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നുമുണ്ട്. ഇന്ന് ഫുട്ബോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ മൂല്യമുള്ള താരങ്ങളിൽ ഒരാൾ കൂടിയാണ് വിനീഷ്യസ് ജൂനിയർ. അദ്ദേഹത്തെ സ്വന്തമാക്കാൻ സൗദി അറേബ്യ നേരത്തെ തന്നെ ശ്രമങ്ങൾ നടത്തിയിരുന്നു. അത് വിഫലമായതോടുകൂടി അവർ പിന്തിരിഞ്ഞിരുന്നു. എന്നാൽ വീണ്ടും ഒരിക്കൽ കൂടി സൗദി അറേബ്യ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. അവർ ശ്രമങ്ങൾ നടത്തി എന്നാണ് സ്പെയിനിലെ മാധ്യമ പ്രവർത്തകർ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഒരു വലിയ ഓഫറാണ് അദ്ദേഹത്തിന് സൗദി അറേബ്യ നൽകിയിട്ടുള്ളത്. പക്ഷേ വിനീഷ്യസിന് ഒരൽപ്പം പോലും ചിന്തിക്കേണ്ടി വന്നിട്ടില്ല. അദ്ദേഹം ഉടൻ തന്നെ ആ ഒരു സൗദി അറേബ്യയുടെ ഓഫർ നിരസിച്ചിട്ടുണ്ട്. എന്നാൽ സൗദി പിൻവാങ്ങാൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് കൂടി അറിയാൻ കഴിയുന്നുണ്ട്. കൂടുതൽ ശ്രമങ്ങൾ നമുക്ക് അവരുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ നിലവിൽ വിനീഷ്യസ് ജൂനിയർ റയൽ എന്ന ക്ലബിനകത്ത് ഹാപ്പിയാണ്. റയലിനോടൊപ്പം ഒരു ബാലൻഡിയോർ പുരസ്കാരം സ്വന്തമാക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള ശ്രമങ്ങളിലാണ് നിലവിൽ വിനീഷ്യസ് ജൂനിയർ ഉള്ളത്. അതുകൊണ്ട് തന്നെ ക്ലബ്ബ് വിട്ട് മറ്റെവിടേക്കെങ്കിലും പോകാൻ അദ്ദേഹം ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. പല ബ്രസീലിയൻ സൂപ്പർ താരങ്ങളും ഇപ്പോൾ സൗദി അറേബ്യയിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട താരം നെയ്മർ ജൂനിയർ തന്നെയാണ്. കൂടാതെ ഫാബിഞ്ഞോ, ഫിർമീഞ്ഞോ, അലക്സ് ടെല്ലസ് എന്നിവരൊക്കെ ഇപ്പോൾ സൗദി അറേബ്യയുടെ താരങ്ങളാണ്. കൂടുതൽ താരങ്ങളെ എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോഴും സൗദി അറേബ്യ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കരിയർ അവസാനിക്കാനായ താരങ്ങളെക്കാൾ കൂടുതൽ ഇപ്പോൾ അവർ മുൻഗണന നൽകുന്നത് കൂടുതൽ മികച്ച യുവ താരങ്ങൾക്കാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.